ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 15-ാം ദിവസമായ ഇന്ന് വിശുദ്ധ വലിയ നോമ്പിലെ 3-ാം ഞായറാഴ്ച കൂടിയാണ്. നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവ് കഫർനഹൂമിലേക്ക് വീണ്ടും വരികയും അവിടെ ഒരു ഭവനത്തിൽ ആയിരിക്കുമ്പോൾ അനേകം വ്യക്തികൾ സൗഖ്യദാനത്തിനും അവന്റെ വചനത്തെ ശ്രവിക്കുവാനും ഉപദേശങ്ങളെ കേൾക്കുവാനും അവിടെ കൂടിയിരിക്കുമ്പോൾ 4 ആളുകൾ ഒരു കട്ടിലിൽ ചുമന്നുകൊണ്ട് ഒരു പക്ഷപാത രോഗിയെ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും എന്നാൽ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം കഴിയാതെ വരുമ്പോൾ ആ വീടിന്റെ മേൽക്കൂര പൊളിച്ച് അവനെ താഴേക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് ഇറക്കുകയും കർത്താവ് ആ താങ്ങിക്കൊണ്ടുവന്ന അവരുടെ വിശ്വാസം കണ്ട് കട്ടിലിൽ കിടന്നിരുന്ന പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന സംഭവം അത് കണ്ടു നിൽക്കുന്ന പരീശന്മാരും വേദപണ്ഡിതന്മാരും പാപങ്ങളെ മോചിപ്പാൻ ദൈവത്തിനല്ലാതെ ആർക്ക് കഴിയും എന്നുള്ള ചോദ്യവും കർത്താവ് നൽകുന്ന മഹനീയമായ ഉത്തരവുമാണ് നമ്മൾ ഈ ഭാഗത്ത് വായിച്ചു കേൾക്കുന്നത്. പ്രധാനമായും 2 ചിന്തകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. ഒന്ന്, ദൈവം വസിക്കുന്ന ഭവനം. കർത്താവ് ആ ഭവനത്തിലായിരിക്കുമ്പോൾ അനേകം പേർ ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം കർത്താവിന്റെ അടുക്കിലേക്ക് വരികയാണ്. നമ്മുടെ ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമല്ലയോ എന്ന് പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ആ ഒരു വലിയ ദേവാലയവും അല്ലെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ഭവനത്തിൽ നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ ദൈവം വസിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ, എന്ന് പരിശോധിക്കുവാൻ, ആത്മശോധന നടത്തുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങണം എന്ന് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ നമ്മുടെ ഉള്ളിൽ വസിപ്പിക്കുവാനും ദൈവത്തെ അനുഗ്രഹീതമായി അനുഭവിച്ചറിയുവാനും നമുക്ക് സാധ്യമാകണം ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ. അപ്രകാരം നമ്മുടെ ജീവിതത്തെ അങ്ങനെ ക്രമീകരിക്കുമ്പോൾ അനേകം പേർക്ക് നമ്മളാലും ദൈവത്തിന്റെ ആശ്വാസം കണ്ടെത്തുവാനും നമ്മളൊരു മുഖാന്തിരമാകും എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. പ്രാർത്ഥനയുടെ സുഗന്ധം നമ്മുടെ ഭവനങ്ങളിൽ നിറയുമ്പോൾ ആ സുഗന്ധം സ്വർഗത്തിലേക്ക് കരയേറുകയും ദൈവം നമ്മുടെ യാചനകൾക്ക് 1 30 60 100 മേനി മറുപടി നൽകും എന്നുള്ളതും ഇത്തരുണത്തിൽ പ്രത്യേകം നാം ഓർക്കണം. അങ്ങനെ ദൈവം വസിക്കുന്ന ഭവനങ്ങളായി തീരുവാൻ, പ്രാർത്ഥനകളാകുന്ന സുഗന്ധധൂപം ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ നോമ്പ് കാലഘട്ടത്ത് നമുക്ക് സഹായകരമാകുന്ന ഒരു വേദഭാഗമാണ് ഇത്. ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ദൈവം വസിക്കുന്ന ഭവനത്തിലേക്ക് നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും കടന്നു വരുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഒരു ഭവനമായിട്ട് നമുക്ക് അതിനെ കാണാം. കാരണം കർത്താവ് ആ ഭവനത്തിലായിരിക്കുമ്പോൾ വീട്ടിലുള്ളവർ മാത്രമല്ല, ദേശത്തുള്ളവരും നാട്ടിലുള്ളവരും അനേകം പേരും ആ ഭവനത്തിലേക്ക് കടന്നു വന്ന് ആശ്വാസം പ്രാപിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്ത് നമ്മുടെ ജീവിതവും അപ്രകാരം അനേകം പേർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം ഉതകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നോമ്പിന്റെ പുണ്യം നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്നത്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹീതമായ ഒരു വിശാലമായ വാതായനങ്ങളെ തുറന്നിടുവാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ സാധ്യമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പ് അർത്ഥപൂർണമാകും. ദൈവം വസിക്കുന്ന ശരീരം, ദൈവം വസിക്കുന്ന ഭവനം, ദൈവം വസിക്കുന്ന ഇടം ആയി തീരുവാൻ നമുക്ക് കഴിയും. രണ്ടാമതായിട്ട് ആ 4 ആളുകളുടെ വിശ്വാസമാണ്. തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുവന് ഒരു കുറവ് വന്നപ്പോൾ കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവനെ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്ന ആ മനോഭാവം. തീർച്ചയായിട്ടും നമ്മൾ നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ മാത്രം നിറയ്ക്കുവാനുള്ള ഒരു സമയമായിട്ടല്ല, മറിച്ച് നമുക്ക് ചുറ്റുമുള്ളവരുടെ കുറവുകളെ കൂടി ദൈവസന്നിധിയിൽ പകർന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ, ദൈവത്തിന്റെ സൗഖ്യദാനത്തെ നൽകുവാൻ തക്കവണ്ണം അവരെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് കുറച്ചുകൂടി മനോഹാരിത ഉള്ളതായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നോമ്പിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
ഇതേ ആശയവും ഇതേ ചിന്തയും അത് പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഉതകുന്നതായി തീരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ അപ്രകാരം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പിനെ ദൈവം സ്വീകരിക്കും. കാരണം സ്വാർത്ഥനയല്ല, പ്രാർത്ഥനയാണ്, പ്രവർത്തനമാണ് നമ്മൾ നൽകുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് തന്നെ മനസ്സിലാകുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് നമ്മുടെ നോമ്പിനെ സ്പർശിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് സാധ്യമാകും. അങ്ങനെ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും ഒരുമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പിൽ നമുക്ക് മാത്രമുള്ളതല്ല, ദൈവത്തിന്റെ കൃപ എല്ലാവർക്കും പകരുവാൻ എന്നാൽ കഴിയും വിധം ദൈവത്തിങ്കിലേക്ക് അനേകരെ തിരിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും എന്നുള്ള ബോധ്യം നമ്മിലേക്ക് വരും. അങ്ങനെ ആ 4 പേർ ചേർന്ന് അവരുടെ സന്തോഷത്തെയും അവരുടെ സുഹൃത്ത് ബന്ധത്തെയും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പകർന്നപ്പോൾ ദൈവം അവരുടെ അധ്വാനത്തിന് പൂർണ്ണ സൗഖ്യം ആ പക്ഷപാത രോഗിക്ക് നൽകിക്കൊണ്ട് അവിടെ അവരുടെ സന്തോഷത്തെ അതിസമ്പൂർണമായിട്ട് അവിടെ അതിന് വിരാമം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയെങ്കിലും സഹായിക്കുന്നുവെങ്കിൽ, നമ്മൾ ആരെയെങ്കിലും കരുതുന്നുവെങ്കിൽ അതിലൂടെ ദൈവിക സ്നേഹത്തെയാണ് നമ്മൾ പങ്കിടുന്നത്. അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ബോധ്യവും നമ്മിലേക്ക് വരും എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. അങ്ങനെ നമ്മുടെ സഹോദരന്റെ ആവശ്യം എന്റെയും ആവശ്യമാണ്. എനിക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും എനിക്ക് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ ദൈവിക ബന്ധത്തിൽ നിഷ്കളങ്കതയോടുകൂടിയും നിർമ്മലതയോടുകൂടിയും സത്യസന്ധമായും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ഇറങ്ങുമ്പോഴാണ് യഥാർത്ഥമായി നമ്മളും സഹവർത്തിത്വമുള്ള സാഹോദര്യ ബന്ധമുള്ള ഒരു ക്രിസ്ത്യാനിയായി തീരുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ എല്ലാവർക്കും വേണ്ടി കരുതുവാനും പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും സഹായങ്ങൾ തന്നാലാവും വിധം ചെയ്യുവാനും നമുക്ക് സാധ്യമാകണം. പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ടുവന്നവർ തിരികെ സന്തോഷത്തോടു കൂടി പോകുന്നത് പോലെ നമ്മുടെ ഇടയിലും നമ്മൾ ആരെയെങ്കിലും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിൽ അവരുടെ ആത്മീയ പുരോഗതിയിലുള്ള അസൂയ വരുത്താതെ അവന്റെ പുരോഗതിയിൽ സന്തോഷിക്കുവാനും അവനെ വീണ്ടും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാനും നമുക്ക് ഇടയാകണം എന്നും പ്രത്യേകം ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം അപ്രകാരം ഒരുക്കമുള്ളതായി തീരുവാനും അനേകരെ സഹായിക്കുവാനും കരുതുവാനും ദൈവം വസിക്കുന്ന ഭവനമാക്കി അതിനെ മാറ്റുവാനും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.